ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു അടിപൊളിയായിട്ടുള്ളൊരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ്. ഇത് സേമിയ കേസരിയാണ്. നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഇത് തയ്യാറാക്കാനായിട്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു അടിപൊളി സ്വീറ്റിൻ്റെ റെസിപ്പിയാണ്. സ്കൂളിൽ പോയി വരുന്ന കുട്ടികൾക്കും ഇതുപോലെ സ്വീറ്റ് കഴിക്കാൻ തോന്നുമ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്നൊരു ഐറ്റവും കൂടിയാണിത്. എന്തായാലും എല്ലാ കുട്ടികൾക്കും ഇത് ഇഷ്ടപ്പെടും. ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിൻ്റെ റെസിപ്പിയിലോട്ട് പോകാം. ഗ്യാസ് സ്റ്റോപ്പിൽ ഇതുപോലൊരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് 2 ടീസ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ നെയ്യ് ആയാലും മതി. എൻ്റെ കയ്യിൽ ബട്ടർ ഉള്ളത് കൊണ്ടാണ് ഞാൻ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് മെൽറ്റായി വന്നതിന് ശേഷം ഇതിലേക്ക് കാഷ്യൂസ് ഒരല്പം ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഒരു ഗോൾഡൻ നിറമാകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. അതൊന്ന് കളർ ചേഞ്ചായി വന്നതിന് ശേഷം ഇതിലേക്ക് റൈസിൻസ് കൂടി ചേർത്ത് കൊടുക്കാം. രണ്ടും കൂടി നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് വറുത്ത് കൊടുക്കാം. ഇപ്പോൾ നല്ലോണം കളർ മാറി വന്നിട്ടുണ്ട്. ഇതിനൊരു പാത്രത്തിലോട്ട് കോരി മാറ്റാം. അത് മുഴുവനായിട്ട് വേറൊരു പാത്രത്തിൽ മാറ്റി കൊടുക്കാം. അതിനുശേഷം അതേ പാനിൽ തന്നെ 1 കപ്പ് സേമിയ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ആ ബട്ടറിൽ തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് റോസ്റ്റഡ് ചെയ്ത സേമിയയാണ്. അതുകൊണ്ട് ഒരുപാട് അങ്ങ് മൂപ്പിച്ചെടുക്കണ്ട. എങ്കിലും ബട്ടറിലൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇത്രയും മതി. ഇനി ഇത് കുക്ക് ചെയ്യാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് സേമിയയ്ക്ക് 2 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യം മതി. കറക്റ്റായിട്ട് കുക്കായി വന്നോളും. വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. നല്ലോണം തിളച്ച് വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഷുഗർ ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാനായിട്ടാണ് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും ഇടയ്ക്കിടയ്ക്ക്. ഇപ്പോൾ ഇതിലേക്കുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ആവശ്യത്തിന് കുക്കായി വന്നിട്ടുമുണ്ട്. ഇനി വേണം ഇതിലേക്ക് ആവശ്യമുള്ള ഷുഗർ ആഡ് ചെയ്യാനായിട്ട്. ഞാൻ 1 കപ്പ് സേമിയയ്ക്ക് കറക്റ്റ് 3/4 കപ്പിൽ കുറച്ചുകൂടി കുറവായിട്ടാണ് ഷുഗർ ചേർത്ത് കൊടുക്കുന്നത്. കൂടുതൽ ഷുഗർ ആവശ്യമുള്ളവർക്ക് ഒരു 3/4 കപ്പ് വരെ ആകാം. നോർമൽ ഷുഗർ ആണെങ്കിൽ 1/2 കപ്പ് മതിയാകും. 1 കപ്പ് സേമിയയുടെ ഷുഗറിൻ്റെ അളവാണ്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ചുകൂടി ലൂസാകും. ആ പഞ്ചസാരയൊക്കെ നന്നായി മെൽറ്റായി വരുന്നതാണ്. അപ്പോഴും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാതെയും സബ്സ്ക്രൈബ് ചെയ്യാതെയും കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ ഷുഗർ നന്നായിട്ട് മെൽറ്റായി നന്നായിട്ടൊന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഷുഗർ നല്ലോണം ഒന്ന് വറ്റി വന്നതിന് ശേഷം ഇതിലേക്ക് നേരത്തെ വറുത്ത് കോരി മാറ്റി വെച്ചേക്കുന്ന കാഷ്യൂസും റൈസിൻസും കൂടി ചേർത്ത് കൊടുക്കാം. അത് മുഴുവനായിട്ട് ചേർത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു അടിപൊളിയൊരു സ്വീറ്റും കൂടിയാണ്. ഈസിയല്ലേ, ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതും കൂടിയാണ്. അങ്ങനെ ഒരു അടിപൊളിയായിട്ടുള്ളൊരു പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു സ്വീറ്റ് റെഡി ആയിട്ടുണ്ട്, സേമിയ കേസരി. ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നെക്സ്റ്റ് ഇതുപോലൊരു മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.